ഹയാഅൻ 40 സന. ഞാൻ പാപങ്ങൾ ഒഴിവാക്കിയത് ലജ്ജ കൊണ്ടാണ്, നാണം കൊണ്ടാണ് ഞാൻ തെറ്റ് ചെയ്യാതൊരു 40 കൊല്ലം. ചെറുപ്പകാലം, കൗമാരത്തിന്റെയും യുവത്വത്തിന്റെയും ഒക്കെ ചെറുപ്പകാലം എനിക്ക് ഓർമ്മ വെച്ചത് മുതൽ 40 കൊല്ലം വരെ ഞാൻ പാപങ്ങൾ ചെയ്യാതിരുന്നത് ലജ്ജ കൊണ്ടാണ്, ഹയാ കൊണ്ടാണ്. തുമ്മ അതിറക്കനിൽ വറ, പിന്നെയാണ് എനിക്ക് വറ ഉണ്ടായത്, സൂക്ഷ്മതയുണ്ടായത്. പടച്ചവനെ പേടിച്ചുകൊണ്ടുള്ള വറ. ഔലിയാക്കൾ, മഹാന്മാര്, സ്വാലിഹീങ്ങൾ, മുഅ്മിനീങ്ങൾ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് വറ കൊണ്ടാണ്, പടച്ചവനെ സൂക്ഷിച്ച് അതിസൂക്ഷ്മത കൊണ്ടാണ്. വറ എന്ന് പറഞ്ഞാല് അതിസൂക്ഷ്മത, ചെറിയ സൂക്ഷ്മതയല്ല, വല്ലാത്ത സൂക്ഷ്മത. വല്ലാത്ത സൂക്ഷ്മത ആ വറ കൊണ്ടാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞല്ലോ, ഞങ്ങൾ ഹലാലിന്റെ 10ൽ 9 പോലും ഞങ്ങൾ ഉപേക്ഷിച്ചിരുന്നു. ഹലാലാണെന്ന് അറിയാം, ഹലാലായ ഒരു കാര്യമാണ് എന്നറിയാം, എന്നാലും 90% ഹലാലിന്റെ 90% ഹലാലായ കാര്യങ്ങളിൽ 10ൽ 9 ഞങ്ങൾ ഒഴിവാക്കുകയാണ് പതിവ്. എന്തിന്? ഹറാമ് വരുമോ എന്ന് പേടിച്ചിട്ട്. അത്ര വലിയ സൂക്ഷ്മത പാലിച്ചിരുന്നു മഹാന്മാർ. ബഹുമാനപ്പെട്ടവരെ പറയുന്നത് 40 കൊല്ലം ഹയാ കാരണത്താൽ തെറ്റിൽ നിന്ന് മാറി നിന്നിട്ടാണ് പിന്നെ എനിക്ക് വറ ഉണ്ടായത്. അപ്പോൾ തഖ്വയുടെ അടിത്തറയാണ് പരിശുദ്ധമായ ഹയാ എന്ന ഈമാനിക സ്വഭാവം. അതുകൊണ്ട് ഹയാ എല്ലാവർക്കും ഉണ്ടാകണം. കുട്ടികൾക്ക് ഹയാ പഠിപ്പിക്കണം. എല്ലാവർക്കും ലജ്ജ എന്ന് പറയുന്ന സ്വഭാവം ഉണ്ടാകണം. ബഹുമാനപ്പെട്ട സയ്യിദുനാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, മഹാനായ മുത്തുനബി പറഞ്ഞു, അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബിഖൈർ. ലജ്ജ ഖൈറിനെ അല്ലാതെ കൊണ്ടുവരൂല. അൽ ഹയാഉ ഖൈറുൻ കുല്ലു. മറ്റൊരു ഹദീസ്, ഹയാ എന്ന് പറഞ്ഞാൽ അത് മുഴുവനും ഖൈറാണ്. ലജ്ജ എന്ന് പറഞ്ഞാൽ അതിൽ ഖൈറേ ഉള്ളൂ. ലജ്ജ എന്ന് പറഞ്ഞാൽ അത് മുഴുവനും ഖൈറാണ്. സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം മഹാനവറുകൾ പറഞ്ഞു, അൽ ഹയാഉ നിദാമുൽ ഈമാൻ. ലജ്ജ എന്നത് ഈമാനിന്റെ കോർവയാണ്. ഈമാൻ കോർത്തിണക്കി, ഈമാനിന്റെ കാര്യങ്ങളൊക്കെ കോർത്തിണക്കി, അതിന്റെ കോർവ, അതിന്റെ നിദാം, അത് ഹയാ ആണ്. ഫഇദാ ഇൻഹല്ല നിദാമു, ആ കോർവ പൊട്ടിപ്പോയാൽ, ആ കോർവ പൊട്ടിപ്പോയാൽ ദഹബ മാ ഫീഹി, അതിലുള്ളത്, ഈമാനിലുള്ളത് മുഴുവനും പോകും. ഈമാനിന്റെ ഈമാനിക കാര്യങ്ങളെ മുഴുവനും കോർത്തിണക്കിയ അതിന്റെ നിദാം, അതിന്റെ കോർവ, അത് ലജ്ജയാണ്. അപ്പൊ ലജ്ജ അങ്ങ് പൊട്ടിപ്പോയാൽ, ഈ കോർവ അങ്ങ് പൊട്ടിപ്പോയാൽ മുഴുവനും ഈമാനിക കാര്യങ്ങൾ മുഴുവനും ഛിന്ന ഭിന്നമായി പോകും. ചിന്തിക്കണം. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, മഹാനായ സയ്യിദുസ് സാഹിദീൻ എന്ന ചരിത്രത്തിൽ അറിയപ്പെട്ട മാതൃകാ ഭരണാധികാരികളുടെ കൂട്ടത്തിൽ രണ്ടാമത്തെ ഉമർ, രണ്ടാം ഉമർ എന്ന് അറിയപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ ആളുകൾ ഹയാഇനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ദുക്കിറ ഇൻദഹു അൽ ഹയാ, ഹയാഇനെ കുറിച്ച്, ലജ്ജയെ കുറിച്ച് പറയപ്പെട്ടു. ഫഖാലു, അവർ പറഞ്ഞു, അൽ ഹയാഉ മിനദ്ദീൻ എന്ന് പറഞ്ഞു. ഒരാളിങ്ങനെ അഭിപ്രായം പറഞ്ഞു, ഹയാ എന്ന ദീനിൽപ്പെട്ടതാണ്. അൽ ഹയാഉ മിനദ്ദീൻ, ഹയാ എന്നത് ദീനിൽപ്പെട്ടതാണ് എന്ന്. അപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അല്ല, ബൽ ഹുവദ്ദീനു കുല്ലു, അങ്ങനെയല്ല, ഹയാ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ദീന്. ഹയാ എന്ന് പറഞ്ഞാൽ ദീനിൽ പെട്ടതാണ് എന്നാണ് ഒരാൾ അഭിപ്രായം പറഞ്ഞത്. ബഹുമാനപ്പെട്ടവർ തിരുത്തി, അല്ല, അങ്ങനെയല്ല, ബൽ ഹയാ എന്ന് പറഞ്ഞാൽ അത് ഹുവദ്ദീനു കുല്ലു, അത് തന്നെയാണ് ദീൻ, അത് തന്നെയാണ് ദീൻ എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തിരുത്തി. ഇനി പറയേ, എന്താണ് ഈ ലജ്ജ, എന്താണ് ഈ നാണം, എന്താണ് ഈ ഹയാ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽ ഹയാഉ ഹയാആനി. ലജ്ജ എന്ന് പറഞ്ഞാൽ 2 തരത്തിലുണ്ട്. ഒന്ന് തർഫും മിനൽ ഈമാൻ, ഈമാനിയായ ലജ്ജ. മറ്റൊന്ന് വൽ ആഖറു അജ്സ്, ദൗർബല്യം, അശക്തി. അതിൽ ഒന്നാമത്തെ ലജ്ജയെ കുറിച്ചാണ് മുത്തുനബി ഈമാനിന്റെ ഭാഗം എന്ന് പറഞ്ഞത്. പിന്നെ ചില ആളുകൾക്ക് നാണം എന്നത്
അത് ഓവറായി അധികമായി അത് ഒരു കാര്യത്തിലേക്ക് മുന്നിലേക്ക് വരാതെ എല്ലാത്തിനും പുറകോട്ട് മാറി അവൻ എല്ലാത്തിനും അശക്തനായി അങ്ങനത്തെ മാനസിക രോഗമായി മാറുന്ന ലജ്ജ, അതിനെക്കുറിച്ച് മുത്തനബി പരിചയപ്പെടുത്തി. അത് അജ്സാണ്, അത് ദൗർബല്യമാണ്, അത് അശക്തിയാണ്. ഒന്നാമത്തെ ലജ്ജ അൽ ഖുലുഖുൽ ലദീ യഹ്സു അലാ ഫിഅലിൽ ജമീൽ വ തർക്കിൽ ഖബീഹ്. ഈമാനികമായ ലജ്ജ എന്ന് പറഞ്ഞാൽ എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട എല്ലാ നല്ല കാര്യങ്ങളിലും ആവേശത്തോടെ മുന്നിൽ നിന്ന് നല്ല കാര്യങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നതും വതർക്കിൽ ഖബീഹ്, മോശപ്പെട്ട കാര്യങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതുമാണ്. അതാണ് ഈമാനികമായ ലജ്ജ. മുത്തനബി തന്നെ പറഞ്ഞു, എന്താണ് ഹയാ? ഹയാ ഈമാനാണ്, ഹയാ ദീനാണ്, ഹയാ ഈമാനിന്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞ ലജ്ജയെക്കുറിച്ച് മുത്തനബി പറഞ്ഞു, അത് പ്രേരിപ്പിക്കും, പ്രോത്സാഹിപ്പിക്കും. എന്തിന്? അലാ ഫിഅലിൽ ജമീൽ വ തർക്കിൽ ഖബീഹ്, നല്ല കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കും, ചീത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കാനും പ്രേരിപ്പിക്കും. എന്നാലോ അജ്സ് എന്ന് പറഞ്ഞാൽ അൽ അജ്സുൽ ലദീ യൂജിബു തഖ്സീർ, അതൊരു കുറവാണ്. അത് അജ്സ് എന്ന് പറയുന്ന നാണം അതൊരു കുറവാണ്, ഒരു ദൗർബല്യമാണ്. ഫീ ശൈഇൻ മിൻ ഹുഖൂഖില്ലാഹി ഔ ഹുഖൂഖി ഇബാദി, അത് എല്ലാ കാര്യത്തിലും അല്ലേ, ഒരു കാര്യത്തിനോട് എനിക്ക് പറ്റൂല, ഇന്ന് പറയടാ, ഞാൻ പറയില്ല. ഏതൊരു കാര്യത്തിനും അതിന് നാണം, ആ നാണം എന്ന് പറഞ്ഞാൽ അശക്തിയാണ്. അത് ചിലപ്പോൾ ദീനിയായ കാര്യത്തിലുണ്ടാവും അല്ലേ, ദീനിയായ ഒരു കാര്യത്തിൽ മുന്നോട്ട് പറയേ അത് എനിക്ക് പറയാൻ നാണ, എനിക്കത് ചെയ്യാന്നാണ്, ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞ് അതൊരു അശക്തി, അത് ഗുണമല്ല, അത് മോശമാണ്. ആ ലജ്ജ, ആ നാണം എന്ന് പറഞ്ഞാൽ മോശമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തു രക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട അല്ലാമ അൽ മുനാവി റഹിമഹുല്ലാഹ് മഹാനവറുകൾ പറഞ്ഞു, അൽ ഹയാഉ നൗആനി, ലജ്ജ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാണ്. ഒന്ന് നഫ്സാനി വ ഈമാനി. ഒന്ന് നഫ്സാനിയായ ലജ്ജ, മറ്റൊന്ന് ഈമാനിയായ ലജ്ജ. നഫ്സാനിയായ ലജ്ജ എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഉണ്ടാവണം. അത് മുസ്ലിമിനും മുഅ്മിനിനും മാത്രം ഉണ്ടാവേണ്ട ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അത് എല്ലാവർക്കും ഉള്ള ഒരു സ്വഭാവമാണ്. അത് മറ്റു മതക്കാർക്കും വിശ്വാസക്കാർക്കും ഏത് നാട്ടുകാർക്കും എല്ലാവർക്കും ഉണ്ടാകുന്ന മാനുഷികമായി ഉള്ള ഒരു ലജ്ജയാണത് നഫ്സാനിയായ ലജ്ജ എന്ന് പറഞ്ഞാൽ. ഏതുപോലെ കൽ ഹയാഇ മിൻ കശ്ഫിൽ ഔറത്തി, ഔറത്ത് വെളിവാകുക, അതൊരു നാണം എല്ലാവർക്കും. ഔറത്ത് വെളിവാകുക എന്ന് പറഞ്ഞാൽ അത് ഓരോ നാട്ടിലെ ഔറത്തിനനുസരിച്ച് അല്ലേ. ഓരോ നാട്ടിലെ അമേരിക്കക്കാരന്റെ ഔറത്ത് എന്ന് പറഞ്ഞാൽ ഓനുള്ള ഔറത്ത്, ആ ഔറത്ത് വെളിവാകുമ്പോ അവന് നാണാണ്. നമ്മുടെ ഔറത്തല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കാൽത്തുടയുടെ ഭാഗം വെളിവായാൽ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ലജ്ജയാണ് അല്ലേ. പക്ഷെ അമേരിക്കക്കാരന്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ അതൊക്കെ ഔറത്തൊക്കെ ഒഴിവാക്കി വെളിവാക്കി നടക്കുന്ന വസ്ത്രരീതിയാ. അവൻ മറച്ച ഔറത്ത്, ആ ഔറത്ത് വെളിവാകുമ്പോൾ അവന് നാണാണ്. മനസ്സിലായില്ല? മാനുഷികമായി എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ലജ്ജ എന്ന് പറഞ്ഞാൽ, ഉദാഹരണം ഔറത്ത് വെളിവാകുമ്പോൾ ഉള്ള ലജ്ജ, അത് എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവും, എല്ലാ നാട്ടുകാർക്കും ഉണ്ടാവും. അതേപോലെ പരസ്യമായി ഇണചേരുക, മൃഗങ്ങളെപ്പോലെ പരസ്യമായി ഇണചേരുക, അത് മനുഷ്യൻ ചെയ്യാറില്ല. കാരണം അവന് ലജ്ജ എന്ന് പറയുന്ന ഒരു മാനുഷിക സ്വഭാവമുണ്ട്. ഇനി അതും പോകും. അങ്ങനെയാണ് ഖിയാമത്ത് നാളിന്റെ അടയാളമാകുമ്പോൾ റോഡ് വക്കലും വഴിയിൽ പോലും മൃഗങ്ങളെപ്പോലെ വ്യഭിചരിക്കുന്ന കാലം വരും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ അല്ലേ. ആ ഒരു സംസ്കാരത്തിലേക്ക് നമ്മളും അങ്ങനെ എത്തിപ്പെടല്ലേ. അമേരിക്കക്കാരന്റെ വേഷത്തിലേക്ക് നമ്മളും എത്തിച്ചേരുകയല്ലേ. ഒരു കാര്യം നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം, മനസ്സിലാക്കണം. ഇന്ന് നമ്മുടെ കുട്ടികൾ, നമ്മുടെ ചെറുപ്പക്കാരുടെ ഒക്കെ വേഷം ബർമുഡ എന്ന് പേര്, അല്ലെങ്കിൽ അത്ര കാലിന്റെ ഔറത്ത് എന്ന് പറഞ്ഞ, ഒരു പുരുഷന്റെ ഔറത്ത് എന്ന് പറഞ്ഞാൽ മുട്ടുപൊക്കളിന്റെ ഇടയിലാണ് നിർബന്ധമായ എപ്പോഴും മറക്കേണ്ട ഔറത്ത്. മറ്റുള്ളവരെ കാണാൻ പാടില്ല. ബാക്കിയുള്ളതും ഔറത്തല്ലേ, ബാക്കിയുള്ളതും മറക്കണം. പക്ഷെ നിർബന്ധമായി മുട്ട
മുട്ടുപുക്കളിന്റെ ഇടയിലുള്ള ഭാഗം, കാൽ തൊടയുടെ ഒരു ചെറിയ ഭാഗം പോലും അന്യരുടെ മുന്നിൽ വെളിവാകാൻ പാടില്ല. അത് ഹറാമാണ്, കുറ്റമാണ്. നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. മോട്ടോർ ബൈക്ക് ഓടിക്കുമ്പോഴും അല്ലെങ്കിൽ ഇനി ഫുട്ബോൾ ഗ്രൗണ്ടിൽ എവിടെ ഒരു ന്യായവും പറയാൻ പറ്റൂല, ഹറാമാണ്. ആ ഹറാമിന്റെ പാപം നമ്മുടെ കിതാബിൽ രേഖപ്പെടുത്തും. അതിന്റെ ശിക്ഷ പരലോകത്ത് വാങ്ങേണ്ടി വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അത് വെളിവായാൽ ഹറാമാണ്, ഹറാമാണ്, ഹറാമാണ് 3 വട്ടം, യാതൊരു തർക്കവും വേണ്ട. നമ്മൾ ധാരാളം നമ്മുടെ മക്കള്, നമ്മുടെ കുട്ടികള്, നമ്മുടെ പേരക്കുട്ടികള് റോട്ടിലിറങ്ങിയാൽ കാണാറില്ലേ? ഇന്നിപ്പോ ഒരു പുതിയ സംസ്കാരം അങ്ങനെയായി മാറി. വീട്ടിലെത്തിയാൽ സ്വന്തം റൂമിൽ ഒറ്റക്കുള്ള സമയത്ത് പോലും, മഹാന്മാരുടെ രീതി ഖൽവത്തിൽ ഒറ്റക്കായിരുന്ന സമയത്ത് പോലും അവർ ഔറത്ത് വെളിവാക്കിയിരുന്നില്ല. ഒറ്റക്ക് നമ്മൾ ബാത്റൂമിൽ കുളിക്കുകയാണ്, എന്നാൽ പോലും മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ആരും കാണൂല, എന്നാൽ പോലും അത് വെളിവാക്കൽ കറാഹത്താണ്. അവിടെ ഹറാമില്ലെങ്കിലും നമ്മൾ ആരുമില്ലാതെ ബാത്റൂമിൽ ഒറ്റക്ക് കുളിക്കാണ്. ആ സമയത്ത് മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം വെളിവാക്കിയിട്ടാണ്, ചെറിയൊരു തോർത്തുമുണ്ടൊക്കെ ചുറ്റിയിട്ടാണ് കുളിക്കുന്നതെങ്കിൽ അതിന്റെ വിധി പോലും കറാഹത്താണ് എന്ന മഹാന്മാര് പഠിപ്പിച്ചത്. ഹറാമ് വരൂലെങ്കിലും അപ്പോൾ മറ്റുള്ളവർ കാണുന്ന രൂപത്തിൽ, ഏത് രൂപത്തിൽ, എവിടെയാണെങ്കിലും ഔറത്തിന്റെ ഭാഗം, മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം വെളിവാകുന്നത് ഹറാമാണ്. അതിന് ശിക്ഷ ലഭിക്കും, ഒരു തർക്കവും വേണ്ട. നമ്മൾ നമ്മുടെ മക്കളെ തിരുത്തണം, നമ്മുടെ പേരക്കുട്ടികളെ തിരുത്തണം. അവര് മോട്ടോർ ബൈക്ക് ഓടിക്കുമ്പോഴും സൈക്കിൾ ചവിട്ടുമ്പോഴും അങ്ങാടിയിലേക്ക് പോകുമ്പോഴും എവിടെയാണെങ്കിലും കാൽ തൊടയുടെ ഒരല്പഭാഗമെങ്കിലും വെളിവാകുന്ന രൂപത്തിൽ പുറത്ത് കാണിക്കുന്നത് തെറ്റാണ്, ഹറാമാണ്, ഹറാമാണ്, ഹറാമാണ്. അതെന്നെ വളരെ ഒരു സംശയം, ഒരു ന്യായം അതിൽ പറയാനില്ല. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട അബൂബക്കർ ഇബ്നു മൈമൂൻ റളിയല്ലാഹു അൻഹു സയ്യിദുനാ ഹുമൈദ് റഹിമഹുല്ലാ എന്ന മഹാനെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ ഹുമൈദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ചെന്ന് കയറി വാതിൽ മുട്ടിയപ്പോൾ അത് സുന്നത്താണ് അല്ലേ? ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ നമ്മുടെ വീട്ടിലേക്കാണെങ്കിൽ പോലും ഒന്ന് സലാം പറയാ, സമ്മതം ചോദിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട അദബാണ്. സമ്മതം ചോദിക്കുന്നതിന്റെ ഭാഗമാണ് ഇപ്പൊ ഒരു കോളിംഗ് ബെൽ അടിക്കലെങ്കിലും അല്ലേ? അപ്പോൾ ആരോ പുറത്ത് വന്നിട്ടുണ്ട്, വാതിൽ തുറന്നു കൊടുക്കുമ്പോ പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ തലയിൽ മുണ്ടിടാനും അവരൊത്തൊക്കെ ശരിയാക്കാനും, അല്ലാതെ ഒരു അന്യ വീട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക്, സ്വന്തം റൂമിലേക്കാണെങ്കിൽ പോലും പെട്ടെന്ന് വാതിൽ തുറന്ന് ചെല്ലുന്നത് അത് നല്ല സ്വഭാവമല്ല എന്നാണ് മുത്തനബി പഠിപ്പിച്ചത്. അന്യ വീട്ടിലേക്കാണെങ്കിൽ അത് തീരെയും പാടില്ല. ഒരു അന്യ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ പരിചയക്കാരും അത് കുടുംബക്കാരും സ്വാതന്ത്ര്യമുള്ളതാണെങ്കിൽ പോലും നേരെ വാതിൽ തുറന്ന് കയറാൻ പാടില്ല. അപ്പോൾ അതിനാണ് സമ്മതം ചോദിക്കുന്നത്. അവർക്ക് അവരുടെ ഔറത്തൊക്കെ വെളിവായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി. ഇതാരാ? ബഹുമാനപ്പെട്ട ഹുമൈദ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ വീട്ടിലേക്ക് അബൂബക്കർ ഇബ്നു മൈമൂൻ റഹിമഹുല്ലാ കടന്നു ചെന്നതാണ്. വാതിൽ മുട്ടിയപ്പോൾ മൂപ്പർക്ക് തോന്നി, ഉള്ളെന്ന് എന്തോ ഒരു ശബ്ദം കേട്ടപ്പോ തോന്നി, എന്നാ വന്നോളി എന്ന് പറഞ്ഞതാണോ. അപ്പോൾ ബഹുമാനപ്പെട്ട ഒരു വാതിൽ അങ്ങോട്ട് തള്ളി അങ്ങോട്ട് കയറി. സമ്മതം കിട്ടിയെന്ന് വിചാരിച്ച, സത്യത്തിൽ സമ്മതം കിട്ടിയിരുന്നില്ല. അങ്ങനെ ഉണ്ടല്ലോ, ചിലപ്പോ നമ്മൾ അങ്ങനെ ധരിക്കുമല്ലോ. വാതിൽ മുട്ടിയപ്പോൾ ഉള്ളിൽ നിന്ന് എന്തോ ഒരു മറുപടി ശബ്ദം കേട്ടപ്പോ തോന്നി, എന്നാ വന്നോളി എന്ന് പറഞ്ഞതാണോ എന്ന് കരുതി മൂപ്പര് വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ ബഹുമാനപ്പെട്ട ഹുമൈദ് റഹിമഹുല്ലാ കാലിന്റെ തൊടയുടെ ഭാഗം വെളിവാക്കി ഇരിക്കാണ്. ചിലപ്പോ വല്ല തൈലം തേച്ച് ഇരിക്കായിരിക്കും, മരുന്ന് തേച്ച് കുഴമ്പ് പുരട്ടി ഇരിക്കായിരിക്കും. കാലിന്റെ തൊടയുടെ ഭാഗം വെളിവായിട്ടാണ് ബഹുമാനപ്പെട്ടവർ ഇരിക്കുന്നത്. മൂപ്പര് കയറി ഇത് കണ്ടതോടുകൂടെ പെട്ടെന്ന് അത് മറക്കും ചെയ്തു. ഔറത്ത് മറച്ചു, കാലിന്റെ തൊടയുടെ ഭാഗം തുണി കൊണ്ട് മൂടി മറച്ചു. എന്നിട്ട് ഹുമൈദ് റഹിമഹുല്ലാ ബഹുമാനപ്പെട്ടവരുണ്ട് കരഞ്ഞു. അപ്പോൾ ചോദിച്ചു, മഹായുബക്കിക്ക് എന്തിനാ നിങ്ങൾ കരയുന്നത്? അപ്പോൾ പറഞ്ഞു, വല്ലാഹി ലഖദ് നദർത ഇലാ മൗലിൻ, നീ ഇപ്പോൾ എന്റെ ഔറത്തിന്റെ ഭാഗം കണ്ടു. ലം യൻദുറു അഹദൻ മുൻദു അഖൽതു, എനിക്ക് ബുദ്ധി വെച്ചത് മുതൽ ഒരാളും എന്റെ ഔറത്തിന്റെ ഭാഗം കണ്ടിട്ടില്ല.
ഞാൻ വളരെ സൂക്ഷ്മതയോടുകൂടെയാണ് ഔറത്തിന്റെ കാര്യത്തില് എന്റെ ജീവിതത്തിൽ ആദ്യമായി പ്രായപൂർത്തി എത്തിയത് മുതൽ എന്നല്ല, മനസ്സിലാക്കണം, എനിക്ക് ബുദ്ധി വെച്ചത് മുതൽ എന്റെ മാതാപിതാക്കൾ എനിക്ക് പഠിപ്പിച്ച അദബ്, ദീൻ എന്നോട് പഠിപ്പിച്ച അദബ്, ഔറത്ത് വെളിവാകാൻ പാടില്ല എന്ന അദബ് ഞാൻ കൃത്യമായി പാലിച്ചിട്ട് ഇന്നേ വരെ എനിക്ക് ബുദ്ധി വെച്ചത് മുതൽ ഒരാളും എന്റെ ഔറത്തിന്റെ ഒരു ഭാഗം ഒരല്പം പോലും കണ്ടിട്ടില്ല. നിങ്ങൾ കാണുന്ന ഒരവസ്ഥ വന്നല്ലോ, ഞാൻ ഇങ്ങനെ വെളിവാക്കിയിരുന്നത് കൊണ്ടല്ലേ അത് പറ്റിപ്പോയത്, എന്റെ കയ്യിൽ അബദ്ധം പറ്റിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹുമൈദി റളിയല്ലാഹു അൻഹു കരയുകയാണ്, പേടിച്ച് കരയാണ്. എന്റെ ഔറത്തിന്റെ ഒരു ഭാഗം ഒരാൾ കണ്ടല്ലോ റബ്ബേ. അതാണ് മഹാന്മാർ, അതാണ് അവരുടെ ഹയാ, അതാണ് അവരുടെ ജീവിതത്തിൽ പാലിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട അള്ളാന്റെ ഔലിയാക്കളിൽപ്പെട്ട മുഹമ്മദ് ഇബ്നു യഹ്യ റഹിമഹുല്ലാഹ്, മഹാനവറുകളുടെ ഖാദിം, അദ്ദേഹത്തിന് ഖിദ്മത്ത് ചെയ്തിരുന്ന വേലക്കാരനായ സഹോദരൻ പറഞ്ഞു, ഞാൻ 30 കൊല്ലം മുഹമ്മദ് ഇബ്നു യഹ്യ തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തു. 30 കൊല്ലം രാവും പകലും ബഹുമാനപ്പെട്ടവരുടെ ഖാദിമായി ഞാൻ കഴിഞ്ഞുകൂടിയിട്ട് ഫമാ റഅയ്തു സാഖഹു ഖത്തു, മഹാനവറുകളുടെ കണങ്കാല് ഞാൻ കണ്ടിട്ടില്ല. എങ്ങനെ? കണങ്കാല്, മുട്ടിന്റെ താഴെയുള്ള ഭാഗമാണ് കണങ്കാല്. സാക്ക്, ആ സാക്ക് അന്യര് കണ്ട കുഴപ്പമൊന്നുമില്ല അല്ലേ? ഞെരിയാണിയുടെ മുകൾ ഭാഗം, മുട്ടിന്റെ താഴെ, അതിനാണ് കണങ്കാല്, സാക്ക് എന്ന് പറയാ. ആ ഭാഗം മറ്റുള്ളവർ കണ്ടാൽ അത് തെറ്റല്ല, അത് കാണാം, അത് വിരോധമല്ല. പക്ഷേ ബഹുമാനപ്പെട്ടവരുടെ ആ കണങ്കാല് പോലും ഞാൻ 30 കൊല്ലം രാവും പകലും ഖിദ്മത്ത് ചെയ്തിട്ട് കണ്ടിട്ടില്ല. കാരണം ഔറത്തിന്റെ കാര്യത്തിൽ അത്ര വലിയ സൂക്ഷ്മതയായിരുന്നു ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു യഹ്യ റളിയല്ലാഹു. 30 കൊല്ലം ഒരാള് രാത്രിയും പകലും ഖാദിമായി കൂടെ നടന്നിട്ട് ഞാൻ മഹാനവറുകളുടെ കണങ്കാല് പോലും കണ്ടിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ശംസുദ്ദീനുൽ മഖ്ദസി റഹിമഹുല്ലാഹ് ബഹുമാനപ്പെട്ടവർ പറയുന്നു, കുന്തു, എന്റെ സ്വഭാവം, ഇദൻ കശഫ സാഖീ, എന്റെ ഔറത്ത് വെളിവായാൽ എന്നല്ല, എന്റെ കണങ്കാല് വെളിവായാൽ എന്ന് പറഞ്ഞാൽ കണങ്കാലിന്റെ പകുതി വരെ മഹാന്മാരൊക്കെ കൃത്യമായി അത് ആ വേഷവും ബഹുമാനവും ഔറത്തിൽ കാത്തു സൂക്ഷിച്ചിരുന്നത്. അതിന്റെ മുകളിലേക്കുള്ള ഭാഗം, കാലിന്റെ തുടയോട് അടുത്തു വരുന്ന ഭാഗം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിച്ചിരുന്നു. മഹാനവറുകൾ പറയാണ്, ആ കണങ്കാലിന്റെ ഭാഗം വെളിവായാൽ അനഫി ഖൽവത്തി, ഞാൻ ഒറ്റക്കായിരിക്കുമ്പോ, മറ്റുള്ളവരുടെ മുന്നിലല്ല, നോക്ക്, ഞാൻ ഒറ്റക്ക്, ആരും കാണാതെ ഞാൻ ഒറ്റക്കുള്ള സമയത്ത് എന്റെ കണങ്കാലിന്റെ ഭാഗമെങ്ങാനും വെളിവായാൽ ഉബാദറുൽ സത്തരി, ഞാൻ പെട്ടെന്ന് മറക്കും. എന്നിട്ട് മഅൽ ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ഞാൻ ചൊല്ലും. പടച്ചവനെ പൊറുക്കണേ എന്ന് പറഞ്ഞിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് ഞാൻ ഒറ്റക്കിരിക്കുമ്പോൾ പോലും എന്റെ കണങ്കാല് വെളിവായാൽ ഞാൻ അത് മറച്ചുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ശംസുദ്ദീനുൽ മഖ്ദസി റഹിമഹുല്ലാഹ്. ഇതാണ് മുഅ്മിനീങ്ങളുടെ സ്വഭാവം. നമ്മൾ ചിന്തിക്കണം, അത്ര അവരൊക്കെ പോകുന്ന സ്വർഗത്തിലേക്ക് പോകണമെന്ന നമ്മുടെ ആഗ്രഹം, ആ സ്വർഗത്തിലേക്ക് നമ്മുടെ മക്കളെയും പേരക്കുട്ടികളെയും കൊണ്ടുപോകണമെന്ന നമ്മളെ ആഗ്രഹം. അപ്പോൾ ഏതൊക്കെയോ പാശ്ചാത്യത്തിൽ, ഏതൊക്കെയോ സിനിമാ സ്റ്റൈലുകളിൽ, എന്നിട്ട് ഈ വൃത്തികെട്ട വേഷവിധാനങ്ങൾ ധരിച്ച് ഹറാം, പച്ച ഹറാമ് ഔറത്ത് വെളിവാക്കി നടക്കുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തു രക്ഷിക്കട്ടെ. നമ്മൾ അറിയാത്തത് കൊണ്ടാണെങ്കിൽ തിരുത്തണം, അറിയാത്തവർക്ക് തിരുത്തി കൊടുക്കുകയും വേണം. അപ്പോൾ ഷെയ്ഖ് മുനാവി റഹിമഹുല്ലാഹ് പറഞ്ഞ ഹയാ 2 തരത്തിൽ, ഒന്ന് സാധാരണ മാനുഷികമായ ഒരു ഹയാ, മറ്റൊന്ന് ഈമാനികമായ ഹയാ. മാനുഷികമായ ഹയാ എല്ലാവർക്കും ഉണ്ടാകും, അതാണ് വസ്ത്രം വെളിവാകുന്നതിലും അതേപോലെ ഇണചേരലിലും ഒക്കെ മനുഷ്യൻ പാലിക്കുന്ന ഹയാ. രണ്ടാമത്തെ ഹയാ യംതനിഉൽ മുസ്ലിമു മിൻ ഫീലിൽ മുഹറമി ഖൗഫൻ മിനല്ലാഹ്, അള്ളാനെ പേടിച്ച് ഹറാമുകളിൽ നിന്ന് മുഅ്മിൻ മാറി നിൽക്കുന്ന ഹയാ. അള്ളാന്റെ മുന്നിൽ ഹറാമ് ചെയ്യാനുള്ള നാണം, അതാണ് ഈമാനികമായ ഹയാ. അള്ളാന്റെ മുന്നിൽ ഹറാമ് ചെയ്യാനുള്ള ലജ്ജ, നാണം, അതാണ് ഈമാനികമായ ഹയാ എന്ന് ബഹുമാനപ്പെട്ട ഇബ്നുൽ ജൗസിയ റഹിമഹുല്ലാഹ് ഖുസ്സിമൽ ഹയാഉ അലാ അശ്റത്തി ഔജ്, ഹയാ 10 തരത്തിലാണ് എന്ന് പറഞ്ഞു.
ലജ്ജ എന്ന് പറഞ്ഞാൽ 10 തരത്തിലാണ് എന്ന്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് മഹാനവറുകൾ പറയുന്നു, ലജ്ജ നാണം എന്നത് 10 തരത്തിലാണ്. 1 ഹയാഉൽ ജിനായ, തെറ്റുകുറ്റങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന നാണം. അതാണ് ഹയാഉ ആദം അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാമിന് സ്വർഗത്തിൽ വെച്ചുണ്ടായ ഹയാ. മനുഷ്യരുടെ കൂട്ടത്തിൽ ആദ്യം ഹയാ. ലമ്മാ ഫറ ഹാരിബൻ ഫിൽ ജന്ന, ബഹുമാനപ്പെട്ടവര് ആ മരത്തിലെ പഴം പറിക്കരുത് എന്ന് പറഞ്ഞു, പറിച്ചു, അത് കടിച്ചു. അപ്പോഴേക്ക് അള്ളാഹു ബഹുമാനപ്പെട്ടവരുടെ ഔറത്ത് വെളിവാക്കി. അതേവരെ ഔറത്ത് വെളിവാക്കിയിരുന്നില്ല. ആദം നബി നമ്മുടെ ഉപ്പയുടെ അബുൽ ബഷറിന്റെ ഔറത്ത് വെളിവായപ്പോൾ ഫറ ഹാരിബൻ, ബഹുമാനപ്പെട്ടവരങ്ങോട്ട് ഓടി ഒരു ഓട്ടം. അള്ളാഹ് ചോദിച്ചു, എവിടേക്കാ ഓടുന്നത്? ആ ഫിറാറം മിന്നീ യാ ആദം, ആദമേ എവിടേക്കാണ്, എന്നിൽ നിന്ന് ഓടുകയാണോ? അപ്പോൾ പറഞ്ഞു, പടച്ചവനെ അല്ല, നിന്നിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയൊന്നുമല്ല, ബൽ ഹയാഅം മിൻക യാ അല്ലാഹ്, നിന്നിലുള്ള നാണമാണ് റബ്ബേ, ലജ്ജയാണ്. ആ ഹയാ എന്ന് പറഞ്ഞാല് ഒരു ജിനായത്ത്, ഒരു കുറ്റം സംഭവിച്ചപ്പോൾ ഉണ്ടായ ഒരു ലജ്ജയാണ്. രണ്ടാമത്തത് ഹയാഉ തഖ്സീർ, വീഴ്ചകൾ, കുറവുകൾ സംഭവിക്കുമ്പോൾ ഉള്ള ഹയാ. അത് ഹയാഉൽ മലായിക, മലക്കുകൾ, പടച്ച റബ്ബിന് ധാരാളം ഇബാദത്ത് ചെയ്യുന്ന മലക്കുകൾ അവര് പറയും, അള്ളാഹിനോട് പറയും, പടച്ചവനെ, ഖിയാമത്ത് നാളിൽ ആ മലക്കുകൾ പറയും, സുബ്ഹാനക മാ അബദ്നാക ഹഖ ഇബാദതിക. സത്യത്തിൽ ആരാ മലക്കുകൾ? നോക്ക്, ഇബാദത്തിന് വേണ്ടി മാത്രം പടക്കപ്പെട്ടവര് ആ മലക്കുകളാണ് റബ്ബിനോട് പറയുന്ന, പടച്ചവനെ, സുബ്ഹാനക മാ അബദ്നാക, സുബ്ഹാനക നീ എത്ര പരിശുദ്ധനാണ്, മാ അബദ്നാക നിനക്ക് ഞങ്ങൾ ഇബാദത്ത് ചെയ്തിട്ടില്ല, ഹഖ ഇബാദതിക ഹഖായ ഇബാദത്ത് ചെയ്യേണ്ട ഇബാദത്ത് ഞങ്ങൾ ചെയ്തിട്ടില്ല. അല്ലേ? അത് ചെയ്യാത്തത് കൊണ്ടല്ല, എന്നാലും എത്ര ചെയ്താലും എത്ര അമല് ചെയ്താലും മുഅ്മിനിന് തോന്നാണ്, ഞാൻ ചെയ്തതൊന്നും ആയിട്ടില്ലല്ലോ. നമ്മൾ നോമ്പ് നോറ്റു, തറാവിയെ നിസ്കരിച്ചു, അല്ലേ? നമ്മുടെ തറാവിയെ ഒക്കെ ഒരു 3/4 മണിക്കൂർ കൊണ്ട് ഒക്കെ തീർന്നു പിരിച്ചുവിട്ടു, സലാത്തും ചൊല്ലി, അല്ലേ? നേരം വെളുക്കോളം ഫജ്ർ വരെ തറാവിയിലും വിത്റിലും ഒക്കെ കഴിഞ്ഞിരുന്ന മഹാന്മാർ. നമ്മുടെ നോമ്പും നിസ്കാരം മുഅ്മിനിന് തോന്നണം, ഇതൊന്നും അല്ലല്ലോ, പടച്ചവനെ, എന്റെ ഈ നോമ്പ്, ഈ നിസ്കാരം, ഞാൻ ഈ റമളാനില് ഒരു 3 ഖത്തം തീർത്താൽ അതിന് നമ്മൾ വലിയ കാര്യമായി. ഞാൻ 3 ഖത്താൻ തീർത്തത്, അല്ലേ? മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവ് സയ്യിദുനാ മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു എല്ലാ റമളാനിലും 60 ഖത്താ തീർക്കാറുള്ളത്. പിന്നെ നമ്മളെന്താ വെൽമത്തരം പറയാറുള്ളത്? 3 ഖത്തോ 10 ഖത്തോ 20 ഖത്തോ അതിൽ, പടച്ചോനെ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ റബ്ബേ, ഞാൻ നിനക്ക് ചെയ്യേണ്ട ഇബാദത്ത് എത്ര ലക്ഷക്കണക്കിന് ദിക്ർ ചൊല്ലിയാലും എന്ത് ചെയ്താലും മുഅ്മിനിനൊരു ഹയാ ഉണ്ടാവണം, ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. മലായികത്ത് അവരുടെ ഹയാ ആണത്. ഹയാഉ തഖ്സീർ, കുറവാണ്, ചെയ്തതൊക്കെ കുറവാണ് എന്നുള്ള പടച്ചോന്റെ മുന്നിലേക്ക് ഈ കുറഞ്ഞത് കൊണ്ട് പോണല്ലോ എന്നുള്ള ചിന്തയിൽ വരുന്ന ഹയാ. 3 ഹയാഉൽ മഹത്വത്തിന്റെ ഹയാ, ഒരു ഗാംഭീര്യത്തിന്റെ ഹയാ. അത് ഹയാഉൻ അലാ ഹസ്ബി മഅരിഫത്തുൽ അബ്ദി ബിറബ്ബി, അല്ലാഹുവിനെ, റബ്ബിനെ ഒരു അബ്ദ് അറിയുമ്പോൾ മഅരിഫത്തിൽ ഉണ്ടാകുന്ന ഒരു ഹയാ ആണത്. റബ്ബിനെ, അള്ളാഹിനെ ഒരു അടിമ എത്രത്തോളം അറിയുന്നുവോ, എത്രത്തോളം അള്ളാഹിനെ അറിയുന്നുവോ, അള്ളാഹിനോട് അടുക്കുന്നുവോ, അപ്പോൾ ഉണ്ടാകുന്ന പടച്ചോന്റെ മുന്നിൽ നമ്മളാരാ, അല്ലേ? അങ്ങനെ ഉണ്ടാവുമല്ലോ. ഒരാളിലെ നമ്മളൊരു സൃഷ്ടി, ഒരു വലിയ മഹാൻ, ഒരു വലിയ മഹാനായ നേതാവ്, ഒരു തങ്ങള്,
ഒരു മഹാന്റെ മുമ്പില് നമ്മൾ കാണിക്കുന്ന അച്ചടക്കവും ബഹുമാനമൊക്കെ ഉണ്ട്. അത് ആ മഹത്വം അറിയുമ്പോഴാ. അത്തിപ്പറ്റ ഉസ്താദ് വന്നാൽ നമ്മളൊക്കെ ബഹുമാനിക്കും. നമ്മളൊരു ചെറിയ കുട്ടിനെ കൂട്ടി ആ കുട്ടിക്ക് അതൊന്നും അറിയില്ല. ഇപ്പൊ എന്താ ഒരു തന്തമൊയിലേര് ഇല്ലേ, അത്രേ പറയാം കുട്ടിക്ക്. കാരണം കുട്ടിക്കത് അറിയൂല, ഇതാരാ എന്താ ഇദ്ദേഹത്തിന്റെ മഹത്വം എന്താന്ന് അറിയൂല. നമുക്കറിയാം ആരാന്നറിയാം. ബഹുമാനപ്പെട്ടവരെ നമ്മൾ സ്നേഹിക്കുന്നത് ആദരിക്കുന്നത് നല്ല രസമുള്ള ശബ്ദ, എന്താ വയല്, അല്ലെങ്കിൽ എന്താ മൂപ്പര ദുആ, ഈ ഒച്ചയോ അതിന്റെ ശൈലിയോ രീതിയോ ഒന്നും കേട്ടിട്ടല്ല ബഹുമാനപ്പെട്ട ശൈഖുനെ നമ്മൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്നത്. കാണാനുള്ള ഭംഗിയല്ല, പക്ഷെ ബഹുമാനപ്പെട്ട ഒരു മഹാനാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അവരുടെ മുന്നിൽ അദബ്, ബഹുമാനം, ആദരവ്, ഇത് ആ ഒരു ലജ്ജ, ഇത് അള്ളാനെ അറിയുമ്പോൾ അപ്പോൾ അതിനപ്പുറാണ്. നമുക്കിപ്പോ അള്ളാനെ അറിയാം. നമ്മൾ പറഞ്ഞല്ലോ ഏത് തെമ്മാടിക്കോ അള്ള ഉണ്ടെന്ന് അറിയാം, അള്ളയാണ് പടച്ചതെന്ന് അറിയാം, അള്ളയാണ് മരിപ്പിക്കാന്ന് അറിയാം, അള്ള സ്വർഗം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയാം, ഒക്കെ അറിയാം. ഏത് കള്ളുടിയെന്നും അറിയാം, വിചാരിക്കും അറിയാം. ആ അറിവല്ല, അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിയുമ്പോൾ പടച്ച റബ്ബിന്റെ മഹത്വം അറിഞ്ഞുകൊണ്ടുള്ള അള്ളാന്റെ മുന്നിലുള്ള ഹയാ, അതാണ് ഹയാ ഉൽ ഇജ്ലാൽ. 4 ഹയാ ഉൽ കറം, മാന്യതയുടെ ലജ്ജ, മാന്യതയുടെ ഹയാ. അതിന് ഉദാഹരണം മഹാനായ ഇബ്നുൽ ഖയ്യിം തങ്ങൾ പറയുന്നുണ്ട്, കഹയാഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ഖൗമിൽ ലദീന ദഅഹും ഇലാ വലിമത്തി സൈനബ് റളിയല്ലാഹു അൻഹ. മുത്തുനബിയുടെ മോള് സൈനബ് ബീവിയുടെ കല്യാണം ഉണ്ടായി. കല്യാണത്തിന്റെ തക്കാരുണ്ടാക്കി, വലീമത്ത് സൽക്കാരുണ്ടാക്കി, ആളുകളൊക്കെ ക്ഷണിച്ചു. ആളുകൾ വന്നു, ഭക്ഷണമൊക്കെ കൊടുത്തു. എന്നിട്ടും പിന്നെ ഈ വന്ന ചങ്ങായിമാര് തവ്വൽ ജുലൂസ ഇന്ദഹു, മുത്തുനബിയുടെ വീട്ടിൽ അവിടെ തന്നെ ചുറ്റിപ്പറ്റി അവിടെ അങ്ങനെ ഇരിക്കുക. സത്യത്തിൽ അള്ളാന്റെ റസൂലിന് ആഗ്രഹമുണ്ട് എന്ത്, ഇവരോടൊന്ന് നീച്ചു പോകാൻ പറയാൻ അല്ലേ. നമ്മളും ശ്രദ്ധിക്കേണ്ട കാര്യ. ഒരു വിരുന്നിനും ഒരു സൽക്കാരത്തിനും നമ്മൾ ക്ഷണിച്ച് ചെന്നാൽ തന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വളരെ പെട്ടെന്ന് നമ്മളെ തടി സലാമത്താക്കാം. പിന്നെ അവിടെ ഇരിക്കേണ്ട ഒരവസ്ഥയാണെങ്കിൽ ഇരിക്കലാണ് അയാളുടെ താല്പര്യം, അല്ലെങ്കിൽ വീട്ടുകാരൻ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു, അങ്ങനെയാണ് തരക്കെടില്ല. അല്ലാതെ ഓനെ പിന്നെ ഇടങ്ങറാക്കി നമ്മൾ ഇങ്ങനെ ഇരിക്കുക, സ്വറയും പറഞ്ഞു ഓല ഇടങ്ങറാക്ക. എന്നാ ഇവര് മനസ്സിൽ വിചാരിക്കണ്ടാവും ഇവറ്റങ്ങളൊന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാറുന്നു അല്ലേ. ചിലപ്പോ വീട്ടുകാർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവൂല, നമ്മൾ പോയിട്ട് വേണം പിന്നെ അവർക്കൊന്ന് സ്വതന്ത്രമായി ഭക്ഷണം കഴിക്കാൻ, അവർക്ക് അവരുടെ കാര്യങ്ങളിലേക്ക് തിരിയാൻ. നമ്മൾ അവിടെ അങ്ങനെ ഇരുന്നാൽ അവർക്ക് ശല്യ. ഇതേപോലെ നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ മുത്തുനബിയുടെ വീട്ടില് ആളുകള് സ്വഹാബികളാ, മഹാന്മാരാ, അവര് ചെന്നിട്ട് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് അവരും അങ്ങനെ ഇരുന്ന് സ്വറച്ചിരിക്കുമ്പോ മുത്തുനബിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് ഒന്ന് എഴുന്നേറ്റ് പോണെന്ന് പറയാൻ. പക്ഷേ അള്ളാന്റെ റസൂല് വസ്തഹിയ അൻ യഖൂല ലഹും ഇൻസരിഫു, നിങ്ങളൊക്കെ പൊയ്ക്കോളി എന്ന് പറയാൻ. ഇനി ബഹുമാനത്തിൽ തന്നെ എന്നാ പിന്നെ ഇനിയിപ്പോ നിങ്ങൾ എന്നാ വരിക അല്ലെ, അങ്ങനെ ഉണ്ടല്ലോ ഒരു വർത്താനം. നേരങ്ങൾ പോയിക്കോളി എന്ന് പറയാതെ ഉസ്താദ് ചെലവിന് വന്നപ്പോ എന്നാ ഉസ്താദ് ഇനിയിപ്പോ നിങ്ങൾ എന്നാ വരിക, അപ്പൊ തന്നെ ഉസ്താദിന് മനസ്സിലാവും ഇത് ഇന്ന പോയിക്കോളി എന്ന് പറയലാണ് അല്ലെ. അല്ലെങ്കിൽ ചിലവർ പറയും ഭക്ഷണം കഴിച്ചാൽ നമ്മള് ദ്വയർക്കല്ലേ അറിയും ആര് വീട്ടുകാർ തന്നെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, ദ്വയർന്ന് പോയില്ലൊരു വേഗം പോയിക്കോളി എന്നാ. അപ്പൊ അങ്ങനെ വളഞ്ഞ വർത്താനം കൂടിയല്ല, അതൊന്നും പറയാൻ മുത്തുനബിക്ക് നാണം. അള്ളാന്റെ റസൂലിന് അതൊരു മാന്യതയുടെ ഹയാ ആണ്. ഞങ്ങൾ പൊയ്ക്കോളി എന്ന് പറയാൻ, അവരുടെ മുന്നിൽ അത് പറയാൻ അള്ളാന്റെ റസൂൽ പറഞ്ഞില്ല. അത് ഹയാ ഉൽ കറം. 5 ഹയാ ഉൽ ഹിഷ്മ കഹയാഇ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അൻ യസ്അല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ മദി ലിമകാനി ഇബ്നതിഹി മിൻഹു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് മുത്തുനബിയോട് ഒരു സംശയം ചോദിക്കണം എന്നുണ്ട്, പക്ഷെ ചോദിച്ചില്ല. എന്താ സംശയം? മദീനെ കുറിച്ചാണ് അല്ലെ. എന്ന് പറഞ്ഞാല് ആണുങ്ങൾക്ക് പുരുഷന്മാർക്ക് സ്ഖലനം ഉണ്ടാകുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ മനിയ്, ആ മനിയ് പുറപ്പെടുന്നതിന് മുമ്പ് വരുന്ന ഒരു വികാരമുള്ള അവസ്ഥയിൽ വരുന്ന ഒരു ദ്രാവകമാണ് മദിയ്. ആ മദിയ് നജസാണ്, മനിയ് നജസ് അല്ലതാനും. അങ്ങനെയല്ലോ ഹുക്മ, നിയമം, മുത്തനബി പഠിപ്പിച്ച നിയമം അങ്ങനെ. മനിയ് എന്ന് പറഞ്ഞാൽ നജസ് അല്ല, പക്ഷെ മനിയിന് മുമ്പ് പുറപ്പെടുന്ന ആ ഒരു ദ്രാവകം അത് നജസാണ്, അത് മദിയാണ്. മദിയും വദിയും ഉണ്ട്, മദിയും വദിയും രണ്ടും ഉണ്ട്. എന്ന് പറഞ്ഞാല് പിന്നെ ചില ആളുകൾക്ക് വികാരമുള്ള സമയത്ത് പുറപ്പെടുന്നതാണ് ഇത് ചിലപ്പോ ഭാരം ചുമക്കുമ്പോഴൊക്കെ അങ്ങനെ വികാരമുള്ള സമയത്തൊന്നല്ല, അല്ലാതെ തന്നെ ചിലപ്പോ മൂത്രമൊഴിക്കുന്നതിന് മുമ്പോ ഒക്കെ ചിലപ്പോ ഒരു ചെറിയ ഒരു കൊഴുത്ത ദ്രാവകം വരും, അത് നജസാണ്.
അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ മദീനയെ കുറിച്ച് മുത്തുനബിയോട് ചോദിക്കണം എന്നുണ്ട്, പക്ഷെ ചോദിച്ചില്ല. എന്തേ കാരണം? എന്ത് സംശയമാണ് മുത്തുനബിയോട് ചോദിക്കുക? അത് ചോദിക്കാതിരിക്കാൻ കാരണം, ബഹുമാനപ്പെട്ടവര് അത് ചോദിക്കാതിരിക്കാൻ കാരണം ലി മക്കാൻ ഇബ്നതിഹി മിൻഹു, ഞാൻ ആരാ? മുത്തുനബിയുടെ മരുവനാണല്ലോ, ഫാത്തിമ ബീവിയെ കെട്ടിയ മരുവനാ. ആ നിലക്ക് മുത്തുനബിയോട് ചോദിക്കാൻ മടി, അപ്പൊ ചോദിച്ചില്ല, വേറെ ആളുകളെ കൊണ്ട് ചോദിപ്പിച്ചു. അങ്ങനെ ഉണ്ടാവുമല്ലോ അല്ലേ? നമ്മൾ ചിലപ്പോ തുണക്കാര് തമ്മിൽ പറയുന്ന കാര്യം വാപ്പി മകനും പറയൂല അല്ലേ? അത് അമ്മോശനോട് പറയൂല, അത് മക്കളോട് പറയൂല, കൂട്ടുകാരോട് പറയുന്ന കാര്യം അതങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലജ്ജ, ഒരു ഹയാ, ആ ഹയാ ആണ് ഹയാഉൽ ഹിഷ്മ അഞ്ചാമത്തത്. ആറാമത്തത് ഹയാഉൽ ഇസ്തിഹ്ഖാർ. ആ ഹയാ എന്ന് പറഞ്ഞാല് വളരെ ഞാനൊരു താഴ്ന്നോനാ, ഞാന് വളരെ തരം താഴ്ന്നോനാ, ഞാൻ അതിനൊന്നും യോഗ്യനല്ല. ഇത് നല്ലതും ഗുണത്തിലുണ്ട്. മഹാന്മാര് പറഞ്ഞു, ഇബ്നുൽ ഖയ്യിം തങ്ങൾ പറഞ്ഞു, കഹയാഇൽ അബ്ദി മിൻ റബ്ബിഹി ഹീന യസ്അലു ഹവായിജു, അല്ലാഹുവോട് ആവശ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഒരു അബ്ദിനുണ്ടാകുന്ന ലജ്ജ. ഞാനിപ്പോ എങ്ങനെ അല്ലാഹുവോട് ചോദിക്കാം? ഞാൻ തെറ്റ് ചെയ്തോനല്ലേ? ഞാൻ എല്ലാ തമ്മാടിത്തരം ചെയ്ത് ജീവിക്കണോനല്ലേ? ഈ തെറ്റ് ചെയ്ത ഈ പാപി എങ്ങനെ പടച്ചവനോട് അത് ചോദിക്കേണ്ട ആവശ്യങ്ങൾ ചോദിക്കുക എന്ന് ഒരടിമക്ക് തോന്നുന്ന ഒരു ഈ നിന്ദ്യതയുടെ ഒരു താഴ്ന്ന തരം താഴ്ന്ന് ഉള്ള ഞാൻ എങ്ങനെ ചോദിക്കുക പടച്ചവനോട് എന്ന് ഉള്ള ആ ഒരു ലജ്ജ. 7 ഹയാഉൽ മഹബ്ബ, ഹുബ്ബിന്റെ മഹബ്ബത്തിന്റെ ലജ്ജയാണ്. അത് ഹയാഉൽ മുഹിബ്ബി മിൻ മഹബൂബി. ഏതുപോലെ ഖത്തറ അലാ ഖൽബിഹി ഫീ ഗൈബത്തിൽ മഹബൂബി ഹാദൽ ഹയാ, മഹബൂബിനെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ലാത്ത ഒരു ചിന്ത ചിന്തിച്ചപ്പോൾ ഉണ്ടാവുന്ന ഒരു ലജ്ജ. നമ്മൾ അങ്ങേറ്റം ഇഷ്ടപ്പെടുന്ന ഒരാള് അല്ലേ? ഇഷ്ടപ്പെടുന്ന ഏത് തരത്തിലാവട്ടെ, വാപ്പാനെ ഇഷ്ടപ്പെടുന്നു, ഉമ്മാനെ ഇഷ്ടപ്പെടുന്നു, ഉമ്മാനെ ഇഷ്ടപ്പെടുന്നു, വാപ്പാനെ ഇഷ്ടം. അപ്പൊ ഉമ്മാനെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ലാത്തൊരു ചിന്ത മനസ്സിലാണ്ട് വന്നു. ഉമ്മാനെ നല്ല ഇഷ്ടപ്പെടുന്നു, ഉമ്മാനെ ബഹുമാനിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയോടുള്ള ഇഷ്ടം മറ്റൊരു നിലക്കാണ്. ആരാണോ മഹബൂബ്, ആ മഹബൂബിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പാടില്ലാത്ത ഒരു ചിന്ത മനസ്സിൽ വന്നു. അപ്പോൾ പെട്ടെന്ന് അതിലൊരു നാണം വന്നു, ഒരു ലജ്ജ വന്നു. അതങ്ങനെ ചിന്തിക്കാൻ പാടില്ല, ആരോടും പറഞ്ഞിട്ടോ ഒന്നുമല്ല. അപ്പോൾ ആ ഹുബ്ബുള്ള കാര്യം, മഹബത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന ലജ്ജ, അതാണ് 7. 8 ഹയാഉൽ ഉബൂദിയ, ഉബൂദിയത്തിന്റെ ലജ്ജ. ഹയാഉം മിൻ മഹബ്ബത്തിൻ വ ഖൗഫിൻ, അത് ഹുബ്ബും ഖൗഫും രണ്ടും ഉണ്ടാകുന്ന ഒരു ലജ്ജയാണ്. നമ്മളൊക്കെ പടച്ചറബിന്റെ അടിമകളാണ്. ഏതുപോലെ കഅദമി സ്വലാഹി ഉബൂദിയതി, അല്ലാഹ്ക്ക് ഇബാദത്ത് ചെയ്തത് എന്തായിട്ടില്ല, നന്നായിട്ടില്ല. ഉബൂദിയത്തിൽ ഉണ്ടാകുന്ന നമ്മളെ അടിമകളാണ്, അല്ലാഹ്ക്ക് അടിമത്വത്തിന്റെ ആളുകളാണ്. ഉടമയുടെ മുന്നിൽ അടിമ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ അതില് ചെയ്യേണ്ടത് നന്നായി ചെയ്തിട്ടില്ല. അപ്പോൾ ഉണ്ടാകുന്ന ഒരു ലജ്ജ, ഒരു നാണം. 9 ഹയാഉ ശറഫി വൽ ഇസ്സ, ഇസ്സത്തിലും ശറഫിലും ബഹുമാന്യതയിലും മാന്യതയിലും പ്രതാപത്തിലും ഉണ്ടാകുന്ന ലജ്ജ. ഏതുപോലെ ഫഇന്നഹു യസ്തഹി മഅ ബദ്ലി വഅതായി ഹയാഅ ശറഫി നഫ്സിൻ വഇസ്സത്തിൻ ഇദാ കാന ദൂന ഖദ്രി. ചില ആളുകൾക്ക് ഉണ്ടാവും അങ്ങനെ, അതായത് അയാൾ അങ്ങനെ കൊടുക്കും, ധാരാളം കൊടുക്കും. റമദാനൊക്കെ ആയാ പറയും വേണ്ട, ആളുകൾക്കൊക്കെ കൊടുക്കും. എന്നാലും മൂപ്പർക്ക് ഒരു ലജ്ജയാണ്, ഞാൻ കൊടുത്തത് അണ്ട് പോരല്ലോ, കൊടുത്തത് മതിയായില്ലല്ലോ അല്ലേ? കിട്ടിയ ആൾക്ക് ചിലപ്പോ 1000 കിട്ടിയത് തന്നെ വലിയതായിരിക്കും, പക്ഷെ ഇവനക്ക് കൊടുത്ത ആൾക്ക് എനിക്കൊരു 5000 കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ അല്ലേ? പള്ളിക്ക് സംഭാവന കൊടുത്തപ്പോ വലിയ സംഭാവന തന്നെ കൊടുത്തത്, പക്ഷെ എന്നാലും ഞാൻ കൊടുക്കേണ്ടതായിരുന്നല്ലോ അല്ലേ? ഞാൻ സത്യത്തിൽ ഉള്ളവനാണല്ലോ, ഞാൻ കൊടുത്തത് ഒരു മോശമായല്ലോ. കൊടുത്തത് 1 ലക്ഷോ 10 ലക്ഷോ അല്ലെങ്കിൽ ഇനി 50 ലക്ഷോ കൊടുത്തു, എന്നാലും ഇവ അതിനേക്കാൾ വലിയ ആളാ. അപ്പൊ അവന് പിന്നെയും ഒരു ലജ്ജ വരിക, സത്യത്തിൽ ഞാന് അത്ര അല്ലല്ലോ, അതിനേക്കാൾ കൊടുക്കേണ്ടവനാണല്ലോ. കൊടുക്കുന്നുണ്ട് ധാരാളം, എന്നാലും അത് ഒരു ഷറഫ്, ഒരു ഇസ്സത്ത് അതിലുണ്ടാകുന്ന ഒരു ലജ്ജയാണ്. 10 ഹയാഉൽ മർഇ മിൻ നഫ്സി, മറ്റുള്ളവരുടെ കാര്യത്തിലോ അമലുകളുടെ കാര്യത്തിലോ ഒന്നുമല്ല, സ്വന്തത്തിന്റെ കാര്യത്തിൽ മനുഷ്യന് തോന്നുന്ന ഒരു ലജ്ജ അല്ലേ? ആ ലജ്ജ ഉണ്ടാകുമ്പോഴാണ്
ഖനാഅത്ത് എന്ന സ്വഭാവം ഉണ്ടാകുക. മഹാനായ ഇബ്നുൽ ഖയ്യിം തങ്ങൾ പറയുന്നു, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക, അല്ലേ, ഒന്നുമില്ല, ഒരു പരാതിയില്ല, ഒരു മാന്യത, അങ്ങേയറ്റത്തെ സ്വയം തോന്നുന്ന ഒരു മനുഷ്യന് തോന്നുന്ന ഒരു ലജ്ജ, ഇതാണ് 10ാമത്തത്. അങ്ങനെ 10 തരത്തിലാണ് ലജ്ജ എന്ന് ബഹുമാനപ്പെട്ട ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين. ലജ്ജ ഇല്ലാതായാലോ ഹയാ ഇല്ലാതായാലോ വലിയ അപകടം. ഇദാ ഖല്ല മാഉൽ വജ്ഹി ഖല്ല ഹയാഉഹു വലാ ഖൈറ ഫീ വജ്ഹിൻ إذا قل ماؤه حياؤك فاحفظه عليك فإنما يدل على وجه الكريم حياؤه. മുഖത്തിന്റെ വെള്ളം കുറഞ്ഞാൽ ലജ്ജ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, മുഖത്തിന്റെ ഹയാത്ത് എന്ന് പറഞ്ഞാൽ ലജ്ജയാണ്. നാണം എന്നത് മനുഷ്യന്റെ മുഖത്ത് തന്നെ കാണേണ്ട ഒരു സ്വഭാവമാണ്. അത് കുറഞ്ഞാൽ വലാ ഖൈറ ഫീ വജ്ഹിൻ ഇദാ ഖല്ല മാഉഹു, മുഖത്തിന്റെ വെള്ളം വറ്റിപ്പോയാൽ പിന്നെ ഒരു ഖൈറുമില്ലല്ലോ. ഹയാഉക ഫഹ്ഫദുഹു അലൈക ഫഇന്നമാ യദുല്ലു അലാ വജ്ഹിൽ കരീമി ഹയാഉഹു. അതുകൊണ്ട് നിന്റെ ലജ്ജ എന്ന സ്വഭാവത്തെ സൂക്ഷിക്കണം. കാരണം ഒരു മാന്യന്റെ മുഖത്ത്, ഒരു മാന്യന്റെ മനുഷ്യൻ മാന്യതയുള്ളവനാണെങ്കിൽ അവന്റെ മുഖത്ത് കാണേണ്ടതാണ് ഹയാ. ബഹുമാനപ്പെട്ട സയ്യിദുനാ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുകയാണ്, മാ ആഖബല്ലാഹു തആല ഖൽബൻ ബിഅശദ്ദ മിൻ അൻ യസ്ലുബ മിൻഹുൽ ഹയാ. ഒരു മനുഷ്യന്റെ കൽബിനെ അല്ലാഹു പരീക്ഷിക്കുകയാണെങ്കിൽ, ശിക്ഷിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ശിക്ഷയാണ് ഹയാഇനെ ഊരിക്കളയുക എന്നത്. മനുഷ്യന്റെ കൽബിനെ അല്ലാഹ് ദുനിയാവിൽ തന്നെ ശിക്ഷിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ശിക്ഷയാണ് മനുഷ്യന്റെ കൽബിൽ നിന്ന് ഹയാ എന്ന് പറയുന്ന സ്വഭാവം ഊരിക്കളയ. ബഹുമാനപ്പെട്ട സയ്യിദുനാ സുലൈമാൻ റഹിമഹുല്ലാഹ് മഹാനവറുകൾ പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഹലാക, അല്ലാഹു ഒരാളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ, നോക്ക്, അല്ലാഹു ഒരു അടിമയെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ നസാ മിൻഹുൽ ഹയാ, അവരിൽ നിന്ന് ഹയാനെ ഊരിക്കളയാ ചെയ്യാ. അല്ലാഹു ഒരാളെ, ഒരു അടിമയെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ മാനത്തുനിന്ന് ഇടുത്തിയിറക്കല്ല, ഓനെ ആക്സിഡന്റിൽ കൊല്ലല്ല, വണ്ടി ഇടിച്ച് കൊല്ലല്ല, അവനെ മിന്നലേറ്റ് മരിക്കല്ല, പാമ്പ് കടിച്ച് മരിക്കലൊന്നുമല്ല. ഒരാളെ, ഒരടിമയെ അല്ലാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ നസഅ മിൻഹുൽ ഹയാ, ഹയാ ലജ്ജ എന്ന് പറയുന്ന സ്വഭാവം അങ്ങോട്ട് ഊരിയെടുക്കും. ഫഇദാ നസഅ മിൻഹുൽ ഹയാ, ഹയാ കൊണ്ട് ഊരിയെടുത്തു കഴിഞ്ഞാലോ ലം തൽഖി ഇല്ലാ മഖീതം മുമഖത, അവൻ കോപിക്കപ്പെട്ടവനായി, അവൻ അല്ലാഹുവിന്റെ കോപം ഇറങ്ങിയവനായി. അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി പറഞ്ഞു ഇതേ ആശയം തന്നെ, ഇദാ അബ്ഗളല്ലാഹു അബ്ദൻ, അല്ലാഹു ഒരു അടിമയോട് ദേഷ്യപ്പെട്ടാൽ നസഅ മിൻഹുൽ ഹയാ, ലജ്ജയെ ഊരിയെടുക്കും. ഫൈദാ നസഅ മിൻഹുൽ ഹയാ, ലജ്ജയെ ഊരിയെടുത്തു കഴിഞ്ഞാൽ ലം തൽഖി ഇല്ലാ ബഗീലം മുബഗള, അവൻ പടച്ചറബിന്റെ കോപം ബാധിച്ചവനായി. ഫൈദാ കാന ബഗീലം മുബഗള, അവൻ പടച്ചറബിന്റെ ദ്വേഷം ഊരപ്പെട്ട ായാൽ, അള്ളാന്റെ ദേഷ്യം കിട്ടപ്പെട്ടവനായാൽ നസഅ മിൻഹുൽ അമാന, അമാനത്ത് അവനിൽ നിന്ന് ഊരപ്പെടും. ഫൈദാ നസഅ മിൻഹുൽ അമാന, അമാനത്തിനെ ഊരിക്കളഞ്ഞാൽ നസഅ മിൻഹുർ റഹ്മ, അള്ളാന്റെ കാരുണ്യത്തെ അവൻ ഊരിക്കളയും. ഫൈദാ നസഅ മിൻഹുർ റഹ്മ, കാരുണ്യത്തെ പടച്ച റബ്ബ് ഊരിക്കളഞ്ഞാൽ നസഅ മിൻഹു റിബ്ഖത്തൽ ഇസ്ലാം, ഇസ്ലാമിന്റെ പിടുത്തം, ഇസ്ലാമിന്റെ ചങ്ങല, ഇസ്ലാമിന്റെ നിയന്ത്രണം അവനിൽ നിന്ന് ഊരിക്കളയും. ഫൈദാ നസഅ മിൻഹു റിബ്ഖത്തൽ ഇസ്ലാം, ഇസ്ലാമിയത്ത് തന്നെ ഊരിക്കളഞ്ഞാൽ ലം തൽഖി ഇല്ലാ ശൈത്താനം മരീദൻ ലഈനാ, അവൻ ശൈത്താനായി മാറും എന്ന് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഒരു മനുഷ്യൻ ശൈത്താനാവുക, അല്ലേ? മനുഷ്യൻ തന്നെ എന്താവുക? ശൈത്താനാവുക. കാസിം ഉസ്താദ് പറഞ്ഞല്ലോ, റമദാനായിട്ട് ശൈത്താന്മാരൊക്കെ കെട്ടിട്ടു, എന്നിട്ടും തെറ്റ് ചെയ്യാണ്. എന്തേ കാരണം? നമ്മൾ തന്നെ ശൈത്താന്മാരാണ്. മിനൽ ജിന്നത്തി വന്നാസ്, ശൈത്താൻ മനുഷ്യരുടെ കൂട്ടത്തിലും ഉണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എങ്ങനെയാണ് മനുഷ്യൻ ശൈത്താനാവുക? മനുഷ്യൻ ശൈത്താനാവാ സാധാരണ ഒരു ശൈത്താനല്ല, മരീദും ലഈനുമായ ശപിക്കപ്പെട്ടവൻ, ഏറ്റവും വൃത്തികെട്ടവൻ, ഒരു പിശാചായി മനുഷ്യൻ മാറുക. എന്തേ? അള്ളാഹ് അവനോട് ദേഷ്യപ്പെട്ടാൽ ആദ്യം ചെയ്യെന്താ? ഹയാ ഉണ്ടില്ലാതാവും. ഒരു നാണോ മാനോ അല്ലാത്ത മനുഷ്യൻ എന്ന് പറയില്ലേ നമ്മള്? ഒന്നിനാത്തരം പോകുന്ന ഒരു നാണോ മാനോ അല്ലാത്തൊരു മനുഷ്യൻ. എന്തിനാ ഓനെ പറ്റാം? കാരണം അള്ളാഹു ഹയാ അങ്ങോട്ട് ഊരിക്കളഞ്ഞു. ഹയാ ഊരിക്കളഞ്ഞാലോ പിന്നെ അവൻ പടച്ച റബ്ബിന്റെ കോപം ബാധിച്ചവനായി. കോപം ബാധിച്ചാലോ അമാനത്ത് അവനിൽ നിന്ന്, വിശ്വസ്തത അവനിൽ നിന്ന് ഊരപ്പെട്ടു. അത് ഊരപ്പെട്ടാലോ റഹ്മത്ത്, കാരുണ്യം അതും ഊരപ്പെടും. അത് ഊരപ്പെട്ടാലോ ഇസ്ലാമിയത്തിന് ഊരും. അള്ളാന്റെ റഹ്മത്ത് വളരെ വലുതാണ്. അള്ളാഹു നിലനിർത്തട്ടെ. ഈ റഹ്മത്തിന്റെ 10 നമ്മൾ ചോദിക്കാം, പടച്ചവനെ റഹ്മത്ത് ചെയ്യും. എന്താ റഹ്മത്ത്? ഇതൊക്കെ റഹ്മത്ത് തന്നെ. നമുക്ക് ഇസ്ലാമിയത്ത് കിട്ടിയതും റഹ്മത്താണ്. നമുക്ക് ഈ നല്ല സ്വഭാവങ്ങളൊക്കെ കിട്ടിയതൊക്കെ റബ്ബിന്റെ റഹ്മത്താ. പടച്ചവനെ ഒരു റഹ്മത്തും ഇല്ലാന്ന് നമ്മൾ പറയും. നമ്മളെ റഹ്മത്ത് എന്താ? ഗാന്ധി തല. പൊന്നാര മൊയിലേരെ ഒരു റഹ്മത്തും ഇല്ല, ഒരു വർക്കത്തും ഇല്ല. റഹ്മത്ത് പറഞ്ഞാൽ 1000ന്റെ നോട്ടും, വർക്കത്ത് പറഞ്ഞാൽ 500ന്റെ നോട്ടും. സ്വഭാവങ്ങൾ എത്ര? 360. അതിലേതെങ്കിലും ഒരു മുഅ്മിനുണ്ടായാൽ, അതിലൊന്ന് മുഅ്മിനുണ്ട് എന്നാൽ അവനത് അള്ളാന്റെ സ്വഭാവങ്ങളിൽ ഏതെങ്കിലും ഒറ്റ സ്വഭാവം ഉണ്ടായാൽ, ആ ഒറ്റ കാരണത്താൽ ആ ഒറ്റ സ്വഭാവങ്ങൾ അവൻ സ്വർഗത്തിലേക്ക് കടക്കും. അപ്പോൾ സിദ്ദീഖ് തങ്ങൾ ഇത് കേട്ടപ്പോ ചോദിച്ചു, മുത്തുനബിയെ അള്ളാന്റെ റസൂലെ, അള്ളാന്റെ ആ സ്വഭാവങ്ങൾ 360 സ്വഭാവങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു നബിയോടന്ന് ചോദിച്ചു, നബിയെ എന്നിൽ ഇവയിൽ ഒന്ന്, അള്ളാന്റെ സ്വഭാവങ്ങളിൽ ഏതെങ്കിലും ഒരു സ്വഭാവം എന്നിലുണ്ടോ നബിയേ? മുത്തുനബി മറുപടി പറഞ്ഞതെന്താ? ഇവയുണ്ട് നിങ്ങളിൽ കൊല്ലുമെന്നാണ് ഉടനടി തിരുമുസ്തഫായിൽ നിന്നു വന്ന മറുപടി. മുത്തുനബി പറഞ്ഞു, സിദ്ദീഖ്, അള്ളാന്റെ ആ 360 സ്വഭാവങ്ങളും നിങ്ങളിലുണ്ട്. സിദ്ദീഖ് തങ്ങളെക്കാൾ നിസ്കരിച്ച ആളുകൾ പിന്നെ വന്നിട്ടുണ്ട്. സിദ്ദീഖ് തങ്ങളെക്കാൾ ഇൽമുണ്ടായ ആളുകളും പിന്നെ വന്നിട്ടുണ്ട്. സിദ്ദീഖ് തങ്ങളെക്കാൾ ഇബാദത്ത് ചെയ്തവർ പിന്നെ വന്നിട്ടുണ്ട്. സിദ്ദീഖ് തങ്ങളെക്കാൾ സദഖ കൊടുത്തവരും പിന്നെ വന്നിട്ടുണ്ട്. പക്ഷേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്ന എന്താ? ഇതാണ്, ഈ സ്വഭാവങ്ങളാണ്. അല്ലേ? സിദ്ദീഖ് റളിയല്ലാഹു മുഴുവൻ കൊടുത്തില്ലേ? മുഴുവൻ കൊടുത്തു. പക്ഷെ അളവിൽ നോക്കുമ്പോ അതാണ് സിദ്ദീഖിന്റെ സ്വഭാവം റളിയല്ലാഹു അൻഹു. അല്ലേ? ഇപ്പൊ എങ്ങനെ? ഏതുപോലെ ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലെ ഒരാള്, ഒരു മുതലാളി, ഇപ്പൊ നമ്മളൊരു സദക്കയുടെ കാര്യം പറഞ്ഞപ്പോ വലിയ ഒരു മുതലാളി, കോടീശ്വരൻ, 1,00,000 റുപ്യ എന്ന് പറഞ്ഞു. നമ്മളൊക്കെ അന്തം വിട്ട് കണ്ണു തള്ളി. അല്ലാഹു അക്ബർ ഇല്ലി. ഒരു സാധു ഉണ്ട്, ഒരു സാധു മനുഷ്യൻ കോന്തല അഴിച്ചിട്ട് ഒരു 10 റുപ്യ കൊടുന്നിട്ട്, ഇതാ എന്റെ വകാന്ന്. ഇനി ഓനും ഇവിടുന്ന് തിരിച്ചു പോകാൻ ബസ്സിന് കായില്ല. നോമ്പറക്കാൻ ഒരു കാരക്ക വാങ്ങാൻ ഓന്റെ അടുത്ത് കായില്ല. ഏതാ വലുത്? 1,00,000 ഈ 10 വലുത്? ഈ 10 വലുത്. അതാ വിഷയം. കൊടുത്തു, ഇനി ഒന്നും ബാക്കിയില്ല. അതാണ് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സ്വഭാവം. കൊടുത്തതിന്റെ അളവിൽ ചിലപ്പോ പിന്നെ അതിനേക്കാൾ കൊടുത്തവരുണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഉള്ളത് മുഴുവനായിട്ട് കൊടുത്തു, ഇനി ഒന്നും ബാക്കിയില്ല. എന്താ ബാക്കി? അല്ലാഹു റസൂലും. അതാണ് സിദ്ദീഖ് തങ്ങളുടെ കൊടുക്കല്. അതൊരു സ്വഭാവമാണ്. അതുകൊണ്ടാ പറഞ്ഞത് അള്ളാന്റെ സ്വഭാവങ്ങൾ. ലജ്ജ അള്ളാന്റെ സ്വഭാവം. അല്ലെ? നമ്മൾ ഈ പറയുന്ന നമ്മുടെ വിഷയം ലജ്ജ അള്ളാന്റെ സ്വഭാവം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ഹയ്യുൻ കരീം. അല്ലാഹു ലജ്ജ, നല്ല ലജ്ജ ഉള്ളവനാ. ഹയ്യുൻ, ഹയ്യുൻ, അല്ലാഹു നല്ല ലജ്ജ ഉള്ളവനാ. കരീമുൻ, മാന്യനായ ലജ്ജ ഉള്ളവനാ അല്ലാഹു. യസ്തഹി, അല്ലാഹു ലജ്ജിക്കും. എപ്പോന്നറിയോ? ഇദാ റഫഅ അർ-റജുലു ഇലൈഹി യദൈ. ഒരു മുഅ്മിനായ ഒരു മനുഷ്യൻ ദുആർക്കാൻ വേണ്ടി അല്ലാഹുവിലേക്ക് കൈ ഉയർത്തിയാൽ അല്ലാഹു ലജ്ജിക്കും. അയ്യറുദ്ദഹുമാ സിഫ്റൻ ഖായിബതൈനി. അവന്റെ ആ കൈ വെറുതെ മടക്കാൻ അല്ലാഹുക്ക് ലജ്ജയാണ്. എങ്ങനെ ചോദിച്ചിട്ട് കൊടുക്കാതിരിക്കാൻ നമ്മളും പറയല്ലോ, അല്ലേ? സംഗതിയൊക്കെ ശരിയാണ്. പക്ഷെ എന്നാലും വന്ന് ചോദിച്ചപ്പോ എങ്ങനെ ഇപ്പൊ ഞാൻ വെറുതെ മടക്കി വിടുക? അങ്ങനെ തോന്നി.
അള്ളാഹു അതിനേക്കാൾ വലിയ മാന്യനാ, ലജ്ജയുള്ളവനാ. ഒരു മുഅ്മിനായ മനുഷ്യൻ പടച്ചവനോട് ചോദിച്ചാൽ കൊയ്യുയർത്തിയാൽ വെറുതെ അള്ളാഹ് മടക്കൂല. വെറുതെ അല്ല, ചിലപ്പോ ചോദിച്ചത് മുഴുവൻ തരൂലെങ്കിലും വെറുതെ മടക്കൂല, അത് ഉറപ്പാണ്. ഒരു ദുആയും ഒരു ചോദ്യവും അള്ളാഹ്ക്കത് ലജ്ജ ഉണ്ട്. മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിന്റെ ലജ്ജ എന്ന് പറഞ്ഞാൽ ഫഇന്നഹു ഹയാഉൻ, അതൊരു ലജ്ജയാണ്. ഹയാഉ കറമിൻ വബിർരിൻ വജൂദിൻ വജലാലിൻ, മാന്യതയുടെയും ഗുണത്തിന്റെയും ഔദാര്യത്തിന്റെയും ധർമ്മത്തിന്റെയും മഹത്വത്തിന്റെയും സ്വഭാവം അള്ളാഹിന്റെ ലജ്ജ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ലജ്ജ പോലെയല്ല അള്ളാഹിന്റെ ലജ്ജ, പക്ഷെ അള്ളാഹിന്റെ സ്വഭാവമാണ്. ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ വാഫഖല്ലാഹ ഫീ സിഫത്തിൻ മിൻ സിഫാത്തി, അള്ളാഹിന്റെ സ്വഭാവങ്ങളിൽ അള്ളാഹിന്റെ ഗുണവിശേഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നിനോട് ഒരു അടിമ യോജിച്ചു വന്നാൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ സിദ്ദീഖ് തങ്ങള് അള്ളാഹിന്റെ എല്ലാ സ്വഭാവങ്ങളോട് യോജിച്ചു വന്നു. അള്ളാഹിന്റെ സ്വഭാവത്തോട് അള്ളാഹിന്റെ ഗുണവിശേഷത്തോട് സിഫത്തിനോട് ഒരു അടിമ യോജിച്ചു വന്നാൽ ഖാദത്തുഹു തിൽക സിഫത്തു, ആ ഒരു സ്വഭാവം ആ ഒരു ഗുണവിശേഷം അവനെ കൊണ്ടുപോകും. ബിസിമാമിയ, കടിഞ്ഞാണ് കൊണ്ട് പിടിച്ചു കൊണ്ടുപോകും. വഅദ്ഖലതുഹു അലാ റബ്ബി, അള്ളാഹിന്റെ മുന്നിൽ എത്തിക്കും. വഖറബതുഹു മിൻ റഹ്മതി, അള്ളാഹിന്റെ റഹ്മത്തിനോട് അടുപ്പിക്കും. വസയ്യറതുഹു മഹ്ബൂബൻ ലഹു, അള്ളാഹിന്റെ മഹബൂബാക്കിയത് അവനെ മാറ്റും. ഫഇന്നഹു റഹീമുൻ യുഹിബ്ബുർ റഹമാ, അള്ളാഹു കാരുണ്യവാനാ റഹീമ. കാരുണ്യം എന്ന സ്വഭാവമുള്ള ആളുകളോടൊക്കെ അള്ളാഹ്ക്ക് എന്താണ്? ഇഷ്ടാണ്. അള്ളാഹു റഹീമാണ്, റഹ്മത്തുള്ളനാ. റഹ്മത്ത് ആർക്കൊക്കെ ഉണ്ടോ അവരോടൊക്കെ അള്ളാഹ്ക്ക് ഇഷ്ടാണ്. അള്ളാഹു കരീം, കരീമാണ്. യുഹിബ്ബുൽ ഖുറമാ, മാന്യനാണ് അള്ളാഹു. മാന്യത എന്നുള്ള സ്വഭാവമുള്ള ആരൊക്കെ അള്ളാഹ്ക്ക് ഇഷ്ടാണ്. ജമീൽ, അള്ളാഹു സുന്ദരനാ, ജമീലാണ്. യുഹിബ്ബു അഹ്ലൽ ജമാൽ, സൗന്ദര്യമുള്ള ആളുകളെ ഇഷ്ടം. എന്താ ഈ സൗന്ദര്യം? സൗന്ദര്യം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ സൗന്ദര്യ അല്ലേ? പിന്നെ നമുക്ക് പുറമേ ഉള്ള വൃത്തി വെടിപ്പ് അത് അതിൽ ഉൾപ്പെടുത്താം. അതുകൊണ്ട് മുത്തനബി പറഞ്ഞല്ലോ, സഹാബത്തിനോട് പറഞ്ഞല്ലോ, നിനക്ക് നല്ല തുണികുപ്പായല്ലേ, എന്നാ കിട്ടുവാ, ഇത് മാറ്റ്. അങ്ങനെ ഒരു കീറി പറഞ്ഞ പഴയ നാര് കണ്ടാൽ തന്നെ ഒരു അർപ്പൊക്കെ ഉണ്ടാക്കണം. പഴയ തുണികുപ്പായിട്ട് വന്നപ്പോ മുത്തനബി കണ്ടപ്പോൾ നിനക്ക് നല്ല തുണികുപ്പായല്ലേ, അള്ളാഹ് ചെയ്ത നിയമത്തല്ലേ, അതിട്ടുവാ. അള്ളാഹു ജമീലാണ്, യുഹിബ്ബുൽ ജമാൽ. അള്ളാഹു നളീഫാണ്, യുഹിബ്ബുൻ നളാഫ. അള്ളാഹു വൃത്തിയുള്ളവനാണ്, വൃത്തിയെ ഇഷ്ടപ്പെടുന്നവനാണ്. അള്ളാഹു ഹയ്യുൻ, പടച്ചറബ് നാണമുള്ളവനാണ്. യുഹിബ്ബു അഹ്ലൽ ഹയാ, ഹയാഇന്റെ ആളുകളെ അള്ളാഹുവിന് അങ്ങേയറ്റത്തെ ഇഷ്ടവുമാണ് എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ മുത്തുനബിയുടെ ഹദീസുകളെ അടിസ്ഥാനപ്പെടുത്തി പറയുന്നു. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത് ബനൂ ഇസ്രയേലികളിൽപ്പെട്ട ഒരു കഥ പറയാന്ന് പറഞ്ഞതാ. ബനൂ ഇസ്രയേലികളിൽപ്പെട്ട ഒരു അറവുകാരൻ, ഒരു കശാപ്പുകാരൻ, ഒരു അറവുകാരൻ, അവന് അയലോക്കത്തൊരു പെണ്ണിന് ഓനൊരു കണ്ണുണ്ട്. നല്ല സുന്ദരിയാ, പുതിയാപ്പിളൊക്കെ ഉണ്ട്. അയലോക്കത്ത എപ്പോഴും ഇങ്ങനെ കാണും. ഉള്ള സൗന്ദര്യവും ഭംഗിയൊക്കെ കാണുമ്പോ എന്റെ മനസ്സിനൊരു മോഹ, ഒരാഗ്രഹം. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പല കൗശലവും ബുദ്ധിയായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ഇവളുടെ പുതിയാപ്പിള ഇങ്ങനെ ഇവളോട് പറയുന്നുണ്ട്, ഇന്ന സ്ഥലത്തൊന്ന് പോണം, കോഴിക്കോട്ടൊക്കെ ഒന്ന് പോണജ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ മനസ്സിലാക്കി ഒറ്റക്കാണ് ഇവള് പോണ്, ഒറ്റക്കാണ് പറഞ്ഞേക്കണത് ഒരു കാര്യത്തിന്. അതൊക്കെ ഇപ്പം കേൾക്ക. ആര്? അയലോക്കാരോ, അറവുകാരനാ, കശാപ്പുകാരനാ. ഓള്ള പുതിയാപ്പിളക്കാൾ ആരോഗ്യവും സൗന്ദര്യമൊക്കെ ഉള്ളവനാണ് ഇവൻ. ആര്? ഇവനും. അയലോക്കാരെന്നുള്ള നിലക്ക് ഇവളും കണ്ടാല് ചിരിക്കലും വർത്താനം പറയലൊക്കെ ഉണ്ടേനും. ഓള്ള പുതിയാപ്പിളക്കാൾ സൗന്ദര്യം ആരോഗ്യമൊക്കെ ഉള്ളവനുമാ. ഇവനാണെങ്കിൽ വല്ലാത്ത ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതൊരു തന്ത്ര, ഇവൾ ഒറ്റക്ക് പോവുകയാണല്ലോ. അപ്പൊ ഇവനും മെല്ലെ പിന്നാലെ പോയി. അടുത്ത ബസ്സിന് ഇവനും കയറി പിന്നാലെ. വളാഞ്ചേരിക്കാണ് അവള് ബസ് കയറിയത്, ഇവനും അടുത്ത ബസ്സിന് കയറി. പിന്നെ വളാഞ്ചേരിന്ന് കോഴിക്കോട്ടേക്കുള്ള ബസ്സില് ഒരുമിച്ച് തന്നെ കയറി അല്ലേ. പിന്നെ ഓള ഇറങ്ങി, ഓള പിന്നാലെ അങ്ങനെ പോയി. ആരും ഇല്ലാത്തൊരു സ്ഥലത്തെത്തി. ആരുമില്ല, ആരും അറിയൂല, ആരും കാണൂല. ഇവൻ ആരാ? ആരോഗ്യമുള്ളവനാ, സൗന്ദര്യമുള്ളവനാ, പരിചയമുള്ളവനാ. ഈ പെണ്ണിനോട് ആഗ്രഹം പറഞ്ഞു. ഈ പെണ്ണിനോട് ആഗ്രഹം പറഞ്ഞു. ആരും അറിയൂല, ഈ രഹസ്യം പൊളിയൂല. ആരോഗ്യമുള്ള പെണ്ണാണ്, ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാ. പക്ഷേ ഈ പെണ്ണ് പറഞ്ഞു,
ലാ തഫ്അൽ, അത് ചെയ്യരുത് കേട്ടോ. ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹനെ പേടിക്കുന്നു. ഇവനോട് പറഞ്ഞു, നിങ്ങളോട് വെറുപ്പുണ്ടായിട്ടല്ല, നിങ്ങളോട് ഇഷ്ടക്കുറവുണ്ടായിട്ടല്ല, പക്ഷേ അല്ലാഹനെ പേടിയാണ്. അല്ലാഹനെ പേടിയാണ്, പടച്ചോനെ പേടിച്ചിട്ട് എനിക്ക് അല്ലാഹനെ പേടിയാണ്, വ്യഭിചാരത്തിന് ഞാനില്ല. അല്ലാഹനെ ഭയപ്പെടുന്നു, നിങ്ങളും പേടിക്കണം. ഫത്തഖില്ലാ, അല്ലാഹനെ പേടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒരു ഈമാനോടുള്ള പറച്ചിലായപ്പോൾ അത് ഇയാളെ കൽബിലും തട്ടി. ഫഅന്തി തഖാഫീന, പെണ്ണെ നീ അല്ലാഹനെ പേടിക്കുന്നവളാണോ? വഅന ലാ അഖാഫു, ഞാൻ ഇതുവരെ അല്ലാഹനെ പേടിച്ച് ജീവിച്ചവനല്ല. അല്ലാഹനെ പേടിക്കണം, പടച്ച റബ്ബിന്റെ ശിക്ഷയെ ഭയപ്പെടണം. നീ അല്ലാഹനെ പേടിക്കുന്ന ഒരു പെണ്ണാണോ? ഞാൻ ഇന്നേ വരെ അല്ലാഹനെ പേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഫറജഅ തായിബൻ, ആ പെണ്ണിന്റെ മുന്നിൽ തൗബ ചെയ്തു മടങ്ങി. ഈ ചെറുപ്പക്കാരൻ തൗബ ചെയ്തു മടങ്ങി. പിന്നെ വ്യഭിചാരത്തിന്റെ ചിന്ത വന്നിട്ടില്ല. പിന്നെ നല്ല നിലക്ക് മുത്തഖിയായി ജീവിക്കുകയാണ്. ഒരു ദിവസം അതിശക്തമായ വെള്ളക്ഷാമവും ചൂടുമുള്ള അതിശക്തമായ ഒരു ഘട്ടത്തിൽ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ നടക്കുകയാണ്. നല്ല ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഒരു തുള്ളി വെള്ളം കിട്ടാതെ അതിശക്തമായ ചൂടുമുള്ള ഒരവസ്ഥയിൽ നടന്നു പോകുമ്പോ ബനൂ ഇസ്രായേലുകൾപ്പെട്ട ഒരു നബിയെ കണ്ടുമുട്ടി. ഈ ചെറുപ്പക്കാരൻ ഒരു നബിയെ കണ്ടുമുട്ടി. അപ്പോൾ ഈ ബേജാറും ഈ വെപ്രാളം, ഈ ചൂടും ഈ പൊരിച്ചലും, വെള്ളമല്ല, കുടിക്കാനും വെള്ളമല്ല, വേർത്തൊലിക്കാണ്, ശക്തമായ ചൂട് സഹിക്കാൻ കഴിയണില്ല. എങ്ങനെയെങ്കിലും ഈ മരുഭൂമി വിട്ടുകടന്ന് നാട്ടിലേക്ക് എത്തണം, ഇതാണ് ആഗ്രഹം. ഈ നബി ചോദിച്ച്, എന്താണ് നിന്റെ വിഷമം, എന്താ നിന്റെ ആഗ്രഹം? പറഞ്ഞു, മഹാനായ നബിയെ, അള്ളാന്റെ പ്രവാചകരെ, ശക്തമായ ചൂട് കണ്ടോ, ശക്തമായ വെയിൽ കണ്ടോ, ദാഹം സഹിക്കണില്ല, പൊരിവെയിൽ താങ്ങണില്ല, എങ്ങനെ തളർന്നു വീഴോ, ബോധം കെട്ട് വീഴോ എന്ന് പേടിക്കാണ്. ഈ വെയിലത്ത് ഈ ചൂടത്ത് തളർന്നു പോയി മരുഭൂമി കിടന്ന് മരിക്കുമെന്ന്